ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴാണ് ഇന്ന് നമുക്ക് നല്ലൊരു പച്ച കളർ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അധികം മസാലകളൊന്നും ചേർക്കാത്തൊരു കറിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ഇത് ചപ്പാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് അരച്ചെടുക്കാനാണ്. അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ ദാണ്ടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇനി നമുക്ക് ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സംഭവം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളേന്റെ ഒക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് അരച്ചെടുത്തതല്ലേ, അപ്പം നല്ലൊരു പച്ചച്ചുവ ഉണ്ടാവും. അപ്പം നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഈ ഗ്രീൻ പീസ് കറി കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റ് ആണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലൊക്കെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ദാണ്ടെ ഒന്നായിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ആ മിക്സിയുടെ ജാറിലേ. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ആക്കി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. അപ്പോഴേക്കും പച്ചമണമൊക്കെ എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ നല്ലപോലെ മാറി ഒന്ന് വെന്ത് നന്നായിട്ട് ഈ ഒരു കൂട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഒട്ടും തന്നെ പച്ചച്ചുവയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദാണ്ടെ വെള്ളമൊക്കെ നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി വളരെ കുറച്ച് മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അതാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ അരിഞ്ഞ് ചേർക്കൂലേ, അതുപോലെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം ഇതിലേക്ക് ഇത് ഗ്രീൻ പീസ് കറിയാണ്. ഉരുളക്കിഴങ്ങ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച ഒരു 3/4 കപ്പോളം ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ അതാണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇത് വേവാനും പാകത്തിന് അനുസരിച്ച് വെള്ളം ചേർക്കാം. മിക്സിയുടെ ജാറിലിരുന്ന ബാക്കി വെള്ളവും പിന്നെ കുറച്ചല്ലാതെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ കറി കുറച്ച് കുറുകിയിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു കപ്പ് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു പാകത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 4 വിസിലൊക്കെ ആകുമ്പോഴത്തേനും ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ. ആ ഒരു പാകം വരെയാണ് വേവിക്കേണ്ടത്. അപ്പൊ ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ഇതാണ്ട് ഒരു 4 വിസിലൊക്കെ കേട്ട് സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആണ്ടാണ്ടോ നമ്മുടെ സംഭവം സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് മേളിൽ തെളിഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്. നല്ലൊരു കളറും ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലുമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കുന്നവർക്കും ഇങ്ങനെ കഴിക്കാം. പക്ഷേങ്കിൽ എനിക്ക് ഇത്തിരി കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കറിക്ക്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് മാത്രം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ദാണ്ടെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഗ്രീൻ കളറാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ചന്തമുള്ള നല്ല രുചിയുള്ള ഒരു അടിപൊളി ഒരു ഗ്രീൻ പീസ് കറിയാണ്.
ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.